ജമ്മൻകുടു, ജമാൽ, എന്തൊക്കെ പേരാ ജമ്മല മകുടു. റൂം എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായി. ഓയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്തിട്ട് ഇവിടെ നോക്കിയപ്പോ ആ സംഭവം കാണാനില്ല. ബുക്കിംഗ് ഒന്നും കാണിക്കില്ല, അതില് പ്ലെയിൻ ആയിട്ട് എടുക്കുക. അത് കാരണം രണ്ടാമത് വീണ്ടും ബുക്ക് ചെയ്യേണ്ട. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇവിടത്തെ ഇപ്പൊ ലേറ്റ് ആയി. ഞങ്ങൾ ഏകദേശം ഇവിടെ 8 മണി എത്തുമ്പോ ഇരുട്ടാവും മുന്നേ ഇവിടെ എത്തണം എന്നൊക്കെയുള്ള ഒരു പ്ലാനാണ് അവിടെ ഇറങ്ങിയത്. റോഡാണെങ്കിൽ മഹാമോശം എന്ന് പറഞ്ഞാൽ മഹാമോശം. ഗൂഗിള് കാണിച്ചെന്ന വഴി കൂടിയാണ് നമ്മൾ വന്നത്. പക്ഷെ വന്ന വഴികൾ മൊത്തം ഗ്രാമത്തിൽ കൂടെ ആയിരുന്നു. ഗ്രാമത്തിലെ വഴികളാണെന്നുണ്ടെങ്കിൽ ആകെ ഇടുങ്ങിയതുമാണ്, ഫുള്ള് കുണ്ടുകൂടിയാണ്. രാത്രി ആയതുകൊണ്ട് നമുക്കൊരു പരിചയമില്ല വഴി. അത് മാത്രല്ല നമ്മൾ വരുന്ന വഴിയില് ഇങ്ങനെ ശ്രദ്ധിച്ചറിയില്ല, കുണ്ടുകുഴികളുടെ ഇടയിലൊക്കെ ഒരു കല്ലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. രാത്രി ശ്രദ്ധിക്കില്ല, ബൈക്കിലൊക്കെ ശ്രദ്ധിക്കില്ല. പിന്നെ അതുകൂടാണ്ട് ഹമ്പ് വേറെ. കാരണം അറിയാത്ത ആൾക്കാർ അതിനെ ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഹമ്പുമ്പോ തട്ടി മറിയാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അത് മാത്രല്ല ഹമ്പുള്ളടത്ത് നമുക്ക് ഒരു സിഗ്നൽ ഒന്നും കാണിക്കില്ല, ഒന്നുമില്ല. കറുപ്പ് റോഡ്, അതിന്റെ മുകളിൽ കറുപ്പൊരു ഹമ്പും. അധികം ആൾക്കാർ ഈ റൂട്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ കാരണം ഈ റൂട്ട് ഞങ്ങള് ഒരു 7:30 ആയപ്പോ ഈ റൂട്ട് വരുമ്പോ നമ്മുടെ പിന്നിലോ മുന്നിലോ വണ്ടികളൊന്നും കാണുന്നില്ല. ഫുള്ള് വിജനായിട്ടുള്ള ഒരു വഴികളാണ്, കൃഷി സ്ഥലങ്ങളാണ് മൊത്തം. സ്ഥലങ്ങളൊക്കെ കാണാൻ അടിപൊളിയാണ്. പക്ഷെ രാത്രി സഞ്ചരിക്കുമ്പോ രാത്രി ഒരു കാരണവശാലും നമ്മള് ബൈക്കിൽ റൈഡ് ചെയ്യുന്നത് ഒട്ടും സേഫ് അല്ല. ഉൾഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഓരോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് പരിചയമില്ലാത്ത വഴി കൂടെ പോകുമ്പോൾ നമ്മളൊന്ന് വീണാലോ എന്തെങ്കിലും പറ്റിയാലോ നമുക്ക് ആരും ഹെൽപ്പ് ചെയ്യാൻ പോലും ഉണ്ടാവില്ല. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. രാത്രി വീണ് കിടന്നിട്ട് നമ്മൾ നിലവിളിച്ച പോലും ആരും തിരിഞ്ഞു നോക്കില്ല, ആരെങ്കിലും കൈ കാട്ടിയാൽ നിർത്തില്ല. അതുകൊണ്ട് രാത്രി മാക്സിമം റൈഡ് ഒഴിവാക്കുക. നമ്മളൊരു 6 മണി 6:30 കൂടിയിട്ട് നമ്മൾ എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ എത്താൻ ശ്രമിക്കുക. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് ചെറുതായിട്ടൊന്ന് പാളി. പക്ഷെ കുഴപ്പമില്ല, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. ഈ റൂമിന്റെ ഇഷ്യൂസ് ഒന്ന് ടെൻഷൻ ആക്കി പോയാൽ. നമ്മളിവിടെ എത്തിയപ്പോ റൂമില്ല എന്ന് പറഞ്ഞപ്പോ, കാരണം നമുക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഇവിടെ എത്തിയിട്ട് നമുക്ക് റൂമില്ല എന്ന് പറയുമ്പോ ഞാൻ ഉള്ളിൽ പോയിട്ട് സംസാരിച്ചപ്പോ അവർക്ക് ഒരുവിധം ഹിന്ദി അറിയാം, ഞങ്ങക്ക് ഹിന്ദി അറിയില്ല, തെലുങ്ക് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്തായാലും അവർ നന്നായിട്ട് സഹായിച്ചു കേട്ടോ. ഇതിന്റെ പേരെന്തായിരുന്നു? മഹാലക്ഷ്മി റെസിഡൻസി. ശരിക്കും ഈ പ്രോപ്പർ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലഗഡയാണ്. നമ്മളവിടെ ഫുഡ് കഴിക്കുമ്പോൾ പോയപ്പോ ബോർഡ് കണ്ടു. ഈ ഭാഗത്ത് വരുന്നവർക്ക് ശരിക്കും അടിപൊളിയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ സർവീസ് ആണെങ്കിലും റൂംസ് ആണെങ്കിലും ഞങ്ങൾക്ക് 750 രൂപ കിട്ടിയാണ്. നമ്മൾ കാലത്ത് ബുക്ക് ചെയ്തിട്ടുള്ള പേയ്മെന്റ് ആയതുകൊണ്ട് 680 രൂപ കിട്ടി. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിന് ഞാൻ ഈ റൂം എടുക്കാൻ കാരണം വേണമെങ്കിൽ പറയാൻ വേണ്ടിയില്ല. അതിനെ പറ്റിയിട്ട് നമുക്ക് നാളെ നേരിട്ട് കാണാം, അതായിരിക്കും നല്ലത്. ഒന്ന് കേട്ടിക്കട്ടെ. നടുവിന്റെ ഒരു ക്ലിയറുണ്ട്. ഇപ്പൊ കുറച്ചേരം കുമ്പിട്ട് കഴിഞ്ഞാൽ വരുമ്പോ ചെറിയൊരു വേദന ഉണ്ട്. സ്ട്രെച്ച് ഒക്കെ ചെയ്തിട്ട് 2 ചാർട്ടൊക്കെ ചാടിയിട്ട് പുഷപ്പൊക്കെ കഴിഞ്ഞ് ഉഷാറാവും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. 9 മണിയായി. ഇന്നലത്തെ ക്ഷീണം കാരണേ എണീക്കാൻ കുറച്ചൊന്ന് ലേറ്റ് ആയി. ഞാൻ നമ്മുടെ റൂമിന്റെ പുറം ഭാഗം ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ റൂമിന്റെ പുറം ഭാഗം. പോണ്ടേ കുളിക്ക് പോയിട്ട് നീ കുളിക്ക് പോയിട്ട് ദോശ എന്ത് വരുമോന്ന് അറിയോ ഇവിടുത്തെ? ഞാൻ വിചാരിച്ചത് നമ്മുടെ മലയാളികളാണ് ഈ നാവലിട്ട് പീഡിപ്പിക്കുന്ന ഏർപ്പാട് തോന്നുന്നു. പക്ഷെ ആന്ധ്രക്കാരുണ്ട് കേട്ടോ. ആന്ധ്രക്കാരും ഫുഡിൽ നന്നായിട്ട് എരിവ് യൂസ് ചെയ്യും. മുളകും മറ്റേ വെളുത്തുള്ളി നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന പോലെ ഇവിടെ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് കടുകെണ്ണയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. എന്നാലും ഫുഡൊന്നും മോശമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇന്നലെ കഴിച്ചതാണെങ്കിലും ഇപ്പൊ ഇന്ന് കഴിച്ച മസാല ദോശ ആണെങ്കിലും ടേസ്റ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ മസാലയൊക്കെ വേറൊരു ടൈപ്പ് മസാലയാണ്. ഇറങ്ങിട്ടോ. നമ്മുടെ നാട്ടിലേക്കൊക്കെ ഒരു ഭൂരിഭാഗം അരി വരുന്നത് ഈ പാടങ്ങളിലൊക്കെ തന്നെയാണ് കേട്ടോ. കുറേ അതെ നമുക്ക് നമ്മുടെ കേരളവും ആന്ധ്രാപ്രദേശും തമ്മിലുള്ള ഒരു ബന്ധം അറിയും.
അവിഹിതമല്ല. കേരളവും ആന്ധ്രാപ്രദേശും ഉണ്ടായത് ഒരു വർഷമാണ്. 1956 നമ്മുടെ കേരളം ഉണ്ടാവുന്നത് ആന്ധ്രാപ്രദേശ് ഉണ്ടാവുന്നത്. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ളത് ആന്ധ്രയെന്ന് അറിയാം. ഇവിടുത്തെ ആൾക്കാരുടെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയാണ്. ഒരുപാട് കൃഷിയുണ്ട്, എല്ലാ തരമുണ്ട്. നെൽപ്പാടങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിലേക്കൊക്കെ ആന്ധ്ര നെല്ല് വരുന്നതൊക്കെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. 10 പഠിച്ചല്ല ഞാൻ. ആന്ധ്രയിൽ നിന്ന് അരി വന്നില്ലെങ്കിൽ കേരളം പട്ടിണിയൊന്നൊക്കെ ചൊല്ലി എടുക്കില്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ നെല്ലിൻ്റെ ഉൽപ്പാദനത്തിൽ 3ാം സ്ഥാനം കേട്ടോ ആന്ധ്രാപ്രദേശിൽ. ഇവിടെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, പല സ്ഥലങ്ങളിലും വെയർ ഹൗസുകളുണ്ട്. അതായത് കർഷകർക്ക് സാധനങ്ങൾ സൂക്ഷിക്കാനും വിളവെടുത്തത് സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണെന്ന് തോന്നുന്നുണ്ട്. സർക്കാർ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കറക്റ്ററിയില്ല. വണ്ടി എടുത്തിയേ. നമ്മൾ കഴിഞ്ഞ ദിവസം വരുമ്പോൾ റോഡ് സൈഡിൽ കണ്ടില്ലേ കുറേ വിളങ്ങ് നിൽക്കുന്നത്? ഇതേ സംഭവം. ഇതെന്താണെന്ന് ചോദിച്ചൊക്കെ അറിയില്ല. ചിപ്പത്തി ഷേഡ് സുങ്കു ഓക്കെ പരാഗണം നടത്തുന്നേ. ഹിന്ദി പോലെ പോയി ഹിന്ദി ഇവര് പരാഗണം നടത്തുകയാണ്. ഇതിന് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്ലവേഴ്സിനെ. ഈ ഫ്ലവേഴ്സിനെ ഇവര് എടുത്തിട്ട് അതായത് മാനുവലായിട്ട് പരാഗണം നടത്തിക്കൊണ്ടിരിക്കുക. ഇതെന്തായിട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പത്തിക്കായ പരുത്തി एक्चुअली ഈ സംഭവം പരുത്തിയാണ്. പരുത്തി मिल में डाला तो ये गिंजा आती. ओके गिंजा को पैसे देती हूँ कंपनी वाले. ओके भैया तो उनको कब पता. താങ്ക് യു ഭയ്യ. ഹിന്ദി ഒട്ടും അറിയില്ല, അതാണ് മെയിനായിട്ട് പ്രശ്നമായത്. ഭയങ്കര എഫേർട്ട് കേട്ടോ അവരെടുക്കുന്നത്. ഈ റെഡ് കാണുന്ന സംഭവങ്ങൾ മൊത്തം അവർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതിൻ്റെ പൂവിനെ ഇവർ മാനുവലായിട്ടാണ് പരാഗണം നടത്തുന്നത്. ഇവിടെ പൂമ്പാറ്റകളുടെയും ഈ ഷഡ്പദങ്ങളുടെയൊക്കെ കുറവുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ആദ്യമായിട്ടാണ് ഒരു സംഭവത്തിനെ മാനുവലായിട്ട് പരാഗണം നടത്തുന്നത് ഞാൻ കാണുന്നത്. ബാക്കിൽ കാണുന്ന ഈ റോഡ് സൈഡിൽ മൊത്തം വരിവരിക്കും മതിൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം ഒരു 150 മുതൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്ന പാവിങ് സ്റ്റോൺസ് ചുമരുമ ഒട്ടിക്കാനും അതുപോലെ നമ്മൾ നിലത്ത് ഒട്ടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പല ടൈപ്പ് സ്റ്റോണുകളാണ്. ഇവിടെ അത് സുലഭ. ഇവിടെ ആൾക്കാർ തൊഴുത്ത് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വീടിന്റെ മതില് നമ്മുടെ അവിടെ ഇഷ്ടിക എങ്ങനെയാണോ സുലഭമായിട്ട് കിട്ടുന്നത് അതിനേക്കാളും സുലഭമാണ് ഇവിടെ ഇങ്ങനത്തെ സ്റ്റോണുകൾ. കാണുന്നു യാതൊരു 15ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഹരിഹര ബുക്കറായി എന്ന രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിക്കാൻ നേതൃത്വം നൽകിയത്. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാലേ ഈ ടൈലുകളും എല്ലാം ഭയങ്കര ചൂടുപിടിച്ച് നിൽക്കുക. കാലത്താണെങ്കിലേ ഇങ്ങോട്ട് വരാവുള്ളൂ, ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഈ വഴിക്ക് വന്നേക്കരുത്, ഇത്ര ചൂടാ. അഗസ്ത്യ മുനിയെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് കഥകളുണ്ട് ഈ അമ്പലമായിട്ട്. അഗസ്ത്യമുനി ഇവിടെ ഒരു വെങ്കടേശ്വര ക്ഷേത്രം പണിയാന്നൊക്കെയായിരുന്നു ആഗ്രഹിച്ചത്ര. പക്ഷേ പുള്ളിയുടെ ആഗ്രഹം നടന്നില്ല. അന്ന് ഉണ്ടായിരുന്ന ഒരു വിഗ്രഹത്തിൻ്റെ കാലിൻ്റെ വിരൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. അതിൽ അസ്വസ്ഥനായിട്ട് പുള്ളി ഇവിടെ എന്തോ തപസ് ചെയ്തു എന്നൊക്കെയാണ് ഇവിടുത്തെ കഥകൾ.
ക്ലോസ് ചെയ്തോ. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് തെലുങ്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് വായിച്ചിട്ട് കാര്യം മനസ്സിലായില്ല. അതിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ഗുഹയാണ്. വലിയൊരു ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 30 അടി ഹൈറ്റ് ഉണ്ടാവും അല്ലേ? ആ ടോപ്പ് വരില്ല. ഏകദേശം നല്ല വലിയൊരു തെങ്ങ് അതിൻ്റെ ഉള്ളിൽ വളർന്നു കഴിഞ്ഞാൽ ആ തെങ്ങിൻ്റെ അറ്റം മുട്ടില്ല. അത്രയധികം ഹൈറ്റ് ഉണ്ട്. రాధా కృష్ణంక రాధా ఇంకా పుష్కర్ణి టెంపుల్ అక్కడ ಇಲ್ಲ హిందీ గుడి అట్లా నేను 3 గంటలు తెస్తారు. నువ్వు లేతున్నావు కదా మెయిన్ గుడికి వచ్చినారా? మెయిన్ రోడ్ అదే గుడి పోయినారా టెంపుల్కు? ఇంకా మా లైఫ్ ఏంటి అయిపోయలే. ఇంకా వీడికి చూసుకొని పోయి ఫోన్ చేసి పోవచ్చు. అట్లా నువ్వు చెప్పాల్సింది. എന്താ പണിക്കാ പൊട്ടനെ പോലെ തലയാട്ടുള്ള വല്ല മനസ്സിലായിട്ടാണോ? പിന്നെ തലയാട്ടിരിക്കാൻ പറ്റുമോ? ആ ചേച്ചി നമ്മളോട് കാര്യമായിട്ടുള്ള ഇവിടുത്തെ സ്റ്റോറികൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ പൊട്ടനെ പോലെ നിൽക്കാൻ പറ്റില്ലോ. നമ്മൾ നല്ല തലയാട്ടണ്ടായ. കാലിൻ്റെ അടിയിലെ തൊലി മിക്കവാറും ഇളകിപ്പോട്ടോ. അത്ര ചൂടാ, സഹിക്കാൻ വയ്യട്ടാ. ഇത് ഇവിടുത്തെ വേറൊരു ടെമ്പിളാണ്. ഒരു ശങ്കര കേവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫുള്ള് ഗുഹകളാണ്. ഇത് കയറി ചെല്ലുന്നത് ഒരു മണ്ഡപത്തിലേക്കാണ്. ഇതിൻ്റെ ഏറ്റവും പീക്കിലുള്ളൊരു മണ്ഡപം ഇതാണെന്ന് പറയാല്ലേ. അത്രയധികം ഹൈറ്റിലാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ പ്രദേശം മൊത്തം കാണാൻ പറ്റും. മണ്ഡപം എന്ന് പറഞ്ഞാൽ അത്ര വലിപ്പമൊന്നുമില്ല, നമ്മുടെ ചെറിയൊരു മണ്ഡപം പോലെ. ഇവിടുത്തെ മലനിരകളും ടെറൈൻസും മൊത്തം ഇതേപോലുള്ള കല്ലുകളാണ്. മൊത്തം ഇങ്ങനെ ടൈൽസ് മൊത്തം ഇങ്ങനെ അടുക്കി വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെയാണ് ഉള്ളത്. ഈ വരുന്ന വഴിക്ക് മൊത്തം കണ്ടതും അതുപോലെ തന്നെയാണ്. ഇവിടെ എന്തൊക്കെയോ വിചിത്രമായിട്ടുള്ള ആചാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇവിടെ ഭാഷ അറിയുന്നില്ല, മെയിനായിട്ടുള്ള പ്രശ്നം തന്നെ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള ആചാരങ്ങളല്ല, ആചാരങ്ങൾ ടോട്ടലി ഡിഫറെൻ്റാണ്. അവരെന്തൊക്കെയോ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു സംഭവം മനസ്സിലാവാത്ത കാരണം എന്താണെന്ന് പറഞ്ഞു തരാനും അറിയില്ല. ഇപ്പോൾ പുഷ്കരണിയിലേക്ക് പോവാം. ഈ അമ്പലത്തിലുള്ളൊരു കുളമാണ് പുഷ്കരണി. ഇവിടെ ഒരു കാലത്തും വെള്ളം വറ്റില്ലെന്ന്. ഇതിൻ്റെ അടിയിൽ കൂടെ, അതായത് ഈ മലയുടെ അടിയിൽ കൂടെ ഒരു ദ്വാരത്തെ കൂടിയിട്ട് ഇതിലേക്ക് ഫുൾ ടൈം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വെള്ളത്തിന് മധുരമൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം എന്തായാലും ഇതിലിറങ്ങിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു നന്ദിയുടെ വായയിൽ കൂടെയാണ് ആ വെള്ളം ഒഴുകി കുളത്തിൽ വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ കയറി വരുന്നിടത്ത് പുഷ്കരണി ദ ഹോളി ബാത്ത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ചാടിയാലോ വെള്ളത്തിൽ? ഇവിടെ വേറൊരു സംഭവമുണ്ട്. അതായത് ഈ അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു നന്ദിയുടെ പ്രതിമ ഉണ്ടെന്ന്. ആ പ്രതിമ ഓരോ 20 വർഷം കൂടുമ്പോഴും 1 ഇഞ്ച് വലുതാവുന്നത്. അതാ ഉണ്ടാക്കിയിരിക്കുന്ന കല്ലിൻ്റെ പ്രത്യേകത അത്ര. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് അത് സ്ഥിരീകരിച്ചാണ് അത്ര. അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കല്ലിൻ്റെ പ്രത്യേകതയാണ്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല.
പണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഹിന്ദി അറിയാത്ത കാലത്തും അവൻ എന്നോട് ഹിന്ദിയിലൊരു ഡയലോഗ് അടിക്കുമായിരുന്നു. ജിന്ദഗി ഏക് സഫർ ഹൈ.